ചെയ്യണം. ആർക്കാണ് ഇവിടെ ഫയർഫോഴ്സിന്റെ ചാർജ്? ആദ്യത്തെ ബ്ലാസ്റ്റിൽ കുറച്ച് ഫയർഫോഴ്സുകാർ കൊല്ലപ്പെട്ടു. ഇപ്പൊ ഇവിടെ സ്റ്റേഷൻ ഓഫീസർ വിജയാണ് യൂണിറ്റ് ലീഡർ. വിജയ്, എന്താണ് സിറ്റുവേഷൻ? മാഡം, ഓരോ ഓഫീസറോട് ഇതിങ്ങനെ വിശദീകരിച്ച് നിൽക്കാനുള്ള സാവകാശം എനിക്കില്ല. കാറ്റിന്റെ ദിശയിലേക്കാണ് ഗ്യാസ് പടരുന്നത്. ഇവിടെ ഇപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ഭാഗത്തുള്ള വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി മിനിമം 1 കിലോമീറ്റർ ചുറ്റളവിലൂടെ എല്ലാം ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇത്ര പെട്ടെന്നോ? 500ഓളം വീടുകളുണ്ട് ഇവിടെ. ഒരു ഏരിയ മുഴുവൻ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വിജയ്, ഇറ്റ്സ് എ ഹാർഡ് ടാസ്ക്. മാഡം, ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്നല്ല, 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ മരിക്കണോ ജീവിക്കണോ അത് ആദ്യം തീരുമാനിക്കും. ഐ മീൻ നോട്ട് ടു വേസ്റ്റ് ഈവൻ എ സെക്കൻഡ്. മാഡം, സമയം ഇപ്പോൾ 6 മണി. അരമണിക്കൂർ 6:30 സൺസെറ്റ്. ഈ സമയത്ത് സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ വീടുകളും ലൈറ്റുകൾ ഓണാക്കുകയും വിളക്കുകൾ കത്തിക്കുകയും ചെയ്യുന്ന സമയം. അങ്ങനെ ഒരു സ്പാർക്ക് മതി ഈ ഏരിയ മുഴുവൻ കത്തിച്ചാമ്പലാവും. ചിന്തിക്കാൻ നമ്മൾ പാഴാക്കുന്ന ഓരോ നിമിഷവും 1000 പേരെ കൊല്ലാനുള്ള വാതകം സ്പ്രെഡ് ചെയ്യാണ്. പ്ലീസ്. എന്റെ പ്രോട്ടോകോൾ മര്യാദയ്ക്ക് അനുസരിച്ച് ഞാൻ മാഡത്തിനടുത്ത് റിപ്പോർട്ട് ചെയ്യും. 2 മിനിറ്റ്. അതിനുള്ളിൽ മാഡം സമ്മതിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഐ വിൽ ക്ലിയർ ദിസ് ഏരിയ. നോക്കിയോടാ, മാഡവും ഞാനും നിൽക്കുന്ന ഈ ഏരിയ പോലും ഡേഞ്ചർ സോണിലാണ്. മൈൻഡ് ഇറ്റ്. ഓക്കെ വിജയ്, ഗിവ് മീ എ മിനിറ്റ്. ഓക്കെ.